ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ, അതേ ചെടിമോനൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട്. മിനി ചേച്ചിയുടെ കൂടെ വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഈ പ്ലാന്റ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബോൺസായി ചട്ടിയിലേക്ക് ഒന്ന് റീപോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ പ്ലാന്റ് ബോൺസായി ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ബോൺസായി ചട്ടിയൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം കേട്ടാ. എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ചെടിമോനെ പറയ് ഹായ് പറഞ്ഞ ചെടിമോൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പുതിയ ബ്ലേഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കത്തി എടുത്തിട്ടുണ്ട്. ഇത് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബ്ലേഡിൽ മുറിക്കാൻ പറ്റാത്ത കമ്പൊക്കെ കത്തി വെച്ച് മുറിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് കത്തി ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പിരിറ്റ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇതിന് അടീനിയത്തിന് പെട്ടെന്ന് ഫംഗൽ അറ്റാക്ക് വരുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് അടീനിയം. പിന്നെ വേണ്ടത്, അപ്പം ഞാനിത് കത്തിയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് സാനിറ്റൈസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നോക്കിയേ, ഇത് നമ്മുടെ ഫെവിക്കോളാണ്. ഇതിൻ്റെ ഉപയോഗം ഉണ്ട് കേട്ടോ അടീനിയത്തിന്. ഇപ്പം നമ്മൾ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫംഗിസൈഡ് നമ്മൾ ഇപ്പോൾ സാഫ് പോലത്തെ ഫംഗിസൈഡ് വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇതേ ഫെവിക്കോൾ എടുക്കുക. ആ പ്രൂൺ ചെയ്ത ഭാഗത്തൊക്കെ ഒരേ ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കാം. അപ്പം തീരെ നമ്മുടെ അടിനിയം നശിച്ച് പോവില്ല ഈ ഫെവിക്കോൾ വെച്ച് ഉപയോഗിച്ച് ചെയ്താൽ കേട്ടോ. പിന്നെ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പഞ്ഞിയാ ടിഷ്യൂ പേപ്പർ എന്തായാലും മതി. ഇത് കട്ട് ചെയ്യുമ്പോൾ പശ വരും. ആ പശ തുടയ്ക്കാനാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ളത്. പിന്നെ സാഫ് തേക്കാനുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. സാഫൊക്കെ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കണ്ട, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വീഡിയോ ചെയ്യാട്ടോ. ഞാനും മിനിയും കൂടിയിട്ട്. മിനി ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു ഇഷ്ടമുള്ളൂ. ഒറ്റയ്ക്കാകുമ്പോൾ എന്താന്നാ ഭയങ്കര ബോറടീന്. പിന്നെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ ആളില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. ഞാൻ മിനി ആകുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വീഡിയോ ചെയ്യല് കഴിഞ്ഞു. പിന്നെ മെയിൻ സാധനം എന്തേ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി ഒരു ബോൺസായി ചട്ടി വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ട, അല്ല കണ്ണുണ്ട്. ഇത് നല്ല വലിയ ഹോളൊക്കെ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതേനൊരു ചെറിയ ഓടും കഷ്ണം ആ ഹോളിൻ്റെ അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടുവിലായിട്ട്. നമ്മൾ ബോൺസായി എപ്പോഴും ചെയ്യുമ്പോൾ വെള്ളം വാർന്ന് പോണ മണ്ണിട്ടിട്ട് വേണം നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കാനായിട്ട്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ പശ പോലത്തെ മണ്ണ് വെച്ച് അടീനിയം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കോഡക്സൊക്കെ ചീഞ്ഞ് പോവും. ഇങ്ങനെ സ്പോഞ്ച് പോലെ അത് അളിഞ്ഞു പോവും. അപ്പം എപ്പോഴും വെള്ളം വാർന്ന് പോണ ഇതായിരിക്കണം. എൻ്റെ അടീനിയത്തിൻ്റെ കടയൊക്കെ നോക്കിയാൽ എന്നും നനയ്ക്കും. ചില ദിവസം ഞാൻ 2 പ്രാവശ്യമൊക്കെ നനയ്ക്കും ഈ അടീനിയം. ഇവിടെ ഭയങ്കര വെയിലാണ് ടെറസിൻ്റെ മേലെ. അപ്പം ഇന്നാൾ ഞാനിട്ട വീഡിയോയിൽ എനിക്ക് കുറേ കമൻറ്റ് വന്നതിൽ ഒരു കമൻറ്റ് ഇതായിരുന്നു, ഇങ്ങനെ ഇത്രയും വെയിലത്ത് വെച്ചാൽ ഈ പൂക്കളൊക്കെ പെട്ടെന്ന് വാടൂലേന്ന്. അത് ശരിയെന്ന് പറയുന്നത്. ഭയങ്കര ഇതായിട്ടുള്ള വെയിൽ വരുമ്പോൾ പൂക്കൾ പെട്ടെന്ന് വാടി തളർന്ന് കിടക്കും. ഞാൻ എന്താ ചെയ്യുന്ന, നല്ല ചൂടുള്ള ദിവസങ്ങളിൽ രാവിലെ ഒരു 7:30 ആകുമ്പോൾ വന്ന് നനയ്ക്കും. വൈകിട്ട് വെയിൽ പോയിട്ട് ചിലപ്പോൾ രാത്രി 8 മണിക്കൊക്കെ വന്ന് നനയ്ക്കാം ഞാൻ. അപ്പോൾ നന്നായി ചൂടൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് 8-8:30 ആകുമ്പോൾ വന്നിട്ട് അടീനിയത്ത് ഞാൻ ഒന്നും കൂടി വെള്ളം ഒഴിക്കും ഞാൻ. അപ്പം എന്താണെന്ന് വെച്ചാൽ പൂക്കൾക്ക് അധികം വലിയ വാട്ടൊന്നും വരില്ല. ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് നേരിട്ടുള്ള സൂര്യപ്രകാശം, അതും 8-10 മണിക്കൂർ ഇങ്ങനെ കിട്ടുമ്പോഴേ നല്ലൊരു ചോദ്യമാണ് അത് ചോദിച്ചത്. അത് അപ്പം എനിക്ക് മനസ്സിലായി അത് നല്ലൊരു ചോദ്യമായിരുന്നു ചോദിച്ചതെന്ന്. അപ്പം ഇതാണ് ഞാൻ ചെയ്യാറ്. 2 നേരം നനയ്ക്കും ഭയങ്കര ചൂടുള്ള ദിവസങ്ങളിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങിയാലോ. നമ്മുടെ അടീനിയം പ്ലാന്റൊക്കെ ഞാൻ അന്ന് കാണിച്ച പ്ലാന്റൊക്കെ സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ഇതിലേക്ക് റീപോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. നമുക്ക് പോട്ടിംഗ് മിക്സായി നമ്മൾ എടുക്കുന്നത് എംസാൻഡ്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ വേപ്പ് പിണ്ണാക്ക്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അടീനിയം നടാൻ പോണത്. എംസാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന എംസാൻഡ് എന്ന് വെച്ചാൽ 1 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമായ എംസാൻഡാണ്. മഴ കൊണ്ട് അതിൻ്റെ പശയൊക്കെ പോയിട്ട് ഒരു സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നതേ. അപ്പോൾ ഇതിലപ്പോൾ ആ സിമെൻറ്റിൻ്റെ പോലത്തെ പശയൊന്നുമില്ല. അങ്ങനെ
എന്താ പറയുക പശപ്പ് ഉണ്ടാവില്ല, അതൊന്നുമില്ല. നല്ല പുഴമണ്ണ് പോലെയാണ് ഈ എംസാൻഡ്, തരിമണലായിട്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ എംസാൻഡ് എടുത്തിട്ട് എൻ്റെ അടീനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഇതന്നെ ഉപയോഗിക്കാറ് കൂടുതലും. ഈ പുഴ മണലൊക്കെ കിട്ടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ പറമ്പിലെ മണ്ണ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല അടീനിയ നടാനായിട്ട്. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. ചാണകപ്പൊടിയൊക്കെ നോക്കി ഇവിടെ നമ്മൾ കവറിൽ കണ്ട ക്യാരി ബാഗിലൊക്കെ കൊണ്ട് മേലെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. ചട്ടിയിൽ തന്നെ ഇവിടെ ഈ ഹോളിൽ നമുക്ക് ഈ ഒരു ഓടും കഷ്ണം വെച്ചെടുക്കണം. അപ്പോൾ ഇതാദ്യം പറിച്ചെടുക്കാം കേട്ടോ. ഇപ്പുറത്തേക്ക് ഇട്ടുണ്ട് കൊലരിയോ ഉണ്ട് കേട്ടോ. എന്നാൽ ചെരിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി നോക്കട്ടെ ഞങ്ങൾ. വിചാരിക്കുന്ന പോലെയല്ല, നല്ല പനിയുണ്ട് പറിക്കാനായിട്ട്. മിനി കൊലരി വേണ്ടെന്ന് പറഞ്ഞതാണ്. മിനിയുടെ ഒരു കാര്യം. പക്ഷെ സാധനം ഉറച്ചില്ലേ കൊണ്ട ഓ പടിയാം എന്താ ടീനിയാം ഇതാക്കല്ലേ. പതുക്കെ പതുക്കെ കുത്തി 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 ആക്കണം. ഇത് മൺചട്ടി ആയോണ്ട് നല്ല നല്ല ഉറപ്പായിട്ടത്. വിചാരിച്ച പോലെയല്ല, ഞങ്ങൾ രണ്ടാൾ കൂടി ശ്രമിച്ചിട്ട് പറിക്കാൻ കിട്ടുന്നില്ല. ഇനിയൊന്ന് നോക്കട്ടെ. നല്ല ആടുണ്ട്. കിട്ടുന്നില്ല. എന്താ കൃഷ്ണ, എന്ത് പറ്റി? ഭയങ്കര മായില്ല. ദൈവമേ കിട്ടി. നോക്കിയേ കറ്റേട്ടാ, ഇതിന്റെ കട കാണിച്ചതാ. ഒന്ന് പതുക്കെ 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 ഒന്ന് മണ്ണ് ഇതാക്കട്ടെ. ഈ ബക്കറ്റ് വെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കാം. നന്നായി അത് ചെളി. നോക്കിയേ കണ്ട, പൊങ്കണില്ല, മണ്ണധികല്ല, ചെടിയിലതാണ്. ഇത് ഞാൻ അടിയിലന്ന് ഇത് ഓടും കഷ്ണം വെക്കാണ്ട് നെറ്റ് വെച്ചിട്ടാണ് പോട്ടിങ് മിക്സ് വെച്ചതേ. ഓട്ടയിൽ നെറ്റ് വെച്ച് കൊടുത്തു, നെറ്റിന്റെ പീസേ. അപ്പൊ വെള്ളം വാർന്നു പോവല്ല, അത് കാരണം അന്ന് ഓടിന്റെ പീസ് വെച്ചില്ല, നെറ്റിന്റെ കഷ്ണം വെട്ടിയെടുത്ത് വെച്ചു. ഈ വെള്ളമോ അവിടെ അപ്പുറത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങടെ തന്നെ ഒഴിച്ചു. അത്രയ്ക്കധികം വേര് ആവശ്യമില്ല. ആ ഉണ്ടാ വേരുകൾ കട്ട് ചെയ്ത് കുറേ അനാവശ്യ വേരുകളുണ്ട്, അതൊക്കെ നമുക്ക് ഇതാക്കിയെടുക്കാം. കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയുള്ള വേരുകൾ അടിവശം കണ്ട ചിലപ്പോൾ കിട്ടും. അടിവശം അകത്തും ഓടും കഷ്ണം നോക്കട്ടെ. അടിവശം എന്നാ അകത്തി നോക്കട്ടെ. ആ പോരും. എടുത്ത മീൻ അതവിടെ വെച്ചിട്ട് ഓടിൻ്റെ പീസ് കിട്ടുണ്ട. കുറച്ച് വേരൊന്നും ആവശ്യമില്ല.
നോക്കിയേ എടുത്തു ഞങ്ങള്. ഈ ഇഷ്ടിക കഷ്ണമായിരുന്നു ആ വേരിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇനി ഒരു പീസും കൂടി ഉണ്ട് അല്ലേ? ഈ സൈഡിലും കൂടി ഒരു പീസ് കൊണ്ട് ആദ്യമായിട്ട് റീപ്പോർട്ട് ചെയ്യുന്ന കാരണമാണിത്. ഇത്ര കൊല്ലായില്ലേ. അടുത്തൊരു കഷ്ണം ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഓടും കഷ്ണം കണ്ടു. നീണ്ട അടുത്തത് എന്താണെന്നാ ഞാൻ അന്ന് അടിനിയൻ നട്ടപ്പോൾ ചെടിച്ചട്ടിയിലെ താഴെ ഓട് നിരത്തി, ഓടിൻ്റെ ചെറിയ ചെറിയ പീസുകൾ, ഈ പീസുകളൊക്കെ നിരത്തിയിട്ടാണ് അടീനിയം പ്ലാന്റ് ചെയ്തത്. അപ്പോൾ വെള്ളം നന്നായി വാർന്നു പോയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇതുപോലെ നല്ല വളർച്ചയായി കിട്ടിയത് നമുക്ക്. ഇനി വേണമെങ്കിൽ മണ്ണ് കളയാൻ പറ്റും നന്നായിട്ട്. നോക്കി ഉള്ളിൽ മുഴുവൻ മണ്ണ് കഴുകിയിട്ട് വെക്കുക. അതവിടെ വെക്കുന്നു നന്നായി ക്ലീൻ ചെയ്തിട്ട്. അതാ എടുത്തിട്ടോ അത് നമുക്ക് അവിടെ കിട്ടും. ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അതാണ് നല്ലത്. ഇത്രയും വേരുകൾ കണ്ട വെട്ടിയെടുത്തു. ബ്ലേഡും കത്തിയൊക്കെ മാറ്റി വയ്ക്കണ്ട ആവശ്യമാണ്. അപ്പം നമ്മളിത് തന്നെയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തു. കുറച്ചും കൂടി ഇങ്ങനത്തെ വേര് ചെറിയ ചെറിയ വേരുകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം കേട്ടോ. ഉള്ളിലുണ്ട് വെച്ചത്. നമുക്ക് ഇവിടെയൊക്കെ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്തോടത്തൊക്കെ സാഫ് തേച്ച് കൊടുക്കാം. പരട്ട് മിനിയ സാഫ് നന്നായി പേസ്റ്റ് ആക്കിയില്ലേ അത്? എല്ലായിടത്തും ഇവിടെയൊക്കെ തേച്ച. ഇങ്ങനെ ചെറിയ ചെറിയ വേരുകളൊക്കെ പൊട്ടിച്ചിട്ടിരിക്കും. അവിടെയൊക്കെ തേക്കും. ഇവിടെ കണ്ട ഇതിങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ 2-3 ദിവസം നമ്മളിത് വെയിലത്ത് വെച്ച് വെയിൽ കൊള്ളിച്ച് കോഡക്സ് ഒക്കെ ഒന്ന് ചെറുതായി ഡ്രൈ ആയിട്ട് റീപോർട്ട് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നല്ല കരുത്തോടുകൂടി വരും നമ്മുടെ പ്ലാന്റ്. അപ്പം നമ്മൾ ഇത് വല്ല ഒരു റിബൺ കെട്ടിയിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം ഇത് നല്ല വെയിൽ തട്ടണ ഭാഗം ഡയറക്റ്റ് വെയിലത്ത് കൊണ്ടുവരണ്ട. എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടാൽ ചെറുതായിട്ട് വെയിൽ വരുന്ന ഭാഗം നോക്കി ഇടാം. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഇത് കോഡക്സ് ഒക്കെ ഒന്ന് നല്ല ചെറുതായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാം. ഉള്ളിലുണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ ബോൺസായിനെ പ്ലാന്റ് ചെയ്യാം. ഇതേ ഫംഗിസൈഡൊക്കെ തേച്ച് കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിച്ചു. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ച് മണ്ണെടുക്ക് മിനിയെ. കുറച്ച് മണ്ണ് കുറച്ചും കൂടെ ഇതിടാല വേണമെങ്കിൽ. ബോഡിൻ്റെ പീസ് കഴിഞ്ഞ കുഴപ്പമില്ല. ഇത്തിരി കൂടി ഇട്ടു അകത്ത്. അങ്ങനെ വെച്ച് ഇനി മണ്ണ് മണ്ണ് പോരാൻ തോന്നുന്നല്ലേ.
മണ്ണിട്ട് കൊടുക്കാം. ഇത് പ്ലാന്റ് ചെയ്തിട്ട് പഴയ ബോൺസായും കൂടിയും ഇത് പുതിയ ചട്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യാനും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി മാറ്റി ഒന്ന് സെറ്റാക്കണം. ഇട്ടാ മണ്ണ് ഈ സൈഡ് വേണ്ട നോക്കട്ടെ. ആ കുറച്ചും കൂടി മണ്ണ് വേണം. പ്രസ് ഈ പത്ത് നില്ല പത്ത് മതി മതി. ആവശ്യത്തിനുള്ള മണ്ണായിട്ട് നമ്മൾ ആ അഡീനിയം റിപ്പോർട്ട് ചെയ്തതിനൊപ്പം നമ്മുടെ പ്രൂൺ ചെയ്ത പഴയ അഡീനിയം ഞാൻ റിപ്പോർട്ട് ചെയ്തു. കണ്ട അപ്പം എല്ലാതും റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഞാൻ എല്ലാതും റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കാഞ്ഞ കേട്ടാ. ഈ ചട്ടി ഞാനിപ്പോൾ പുതുതായി വാങ്ങിച്ച് കൊണ്ടുവന്ന കാരണമാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. എൻ്റെ പഴയ ബോൺസായിയൊക്കെ ഇതിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. നല്ല ചട്ടിയാണ്. ഞാൻ ആദ്യം വെച്ചിരുന്ന സിമെൻറ്റ് ചട്ടി കാണിച്ചു തരാം. അതെ ഈ സിമെൻറ്റ് ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോണ ചട്ടീന്. ഇപ്പം നമ്മൾ ബോൺസായി വെച്ചിട്ടുള്ള ചട്ടി എന്ന് വെച്ചാൽ നല്ല ചൂളയിൽ വെച്ചിട്ട് വരുന്ന വെന്ത ചട്ടികളാണ്, മീൻ ചട്ടി പോലത്തെ ചട്ടികളാണ്. അപ്പോൾ ഇതിന് വിലയും കൂടുതലാണ്. 100 രൂപീന് ഒരു ചട്ടി. ഇത് അത്ര വലിയ ചട്ടിയല്ല, 100 രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഞാൻ. എന്നാലും നല്ല ഉറപ്പുള്ള ചട്ടികളാണിത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിങ് കഴിഞ്ഞു. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. മതി. സിമ്പിളാണ്. കണ്ട റിപ്പോർട്ടിങ്. മിനി വാ, ബൈ പറയണ്ട നമുക്ക്. ഇത് കുറച്ച് ഇത് ഇരിക്കട്ടെ ബൈ പറഞ്ഞിട്ട്. അപ്പൊ അതന്നെ ഞങ്ങളുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബോൺസായി ഒക്കെ ചെയ്ത് നോക്കണ്ടവര് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാനും അറിഞ്ഞിട്ടൊന്നല്ല, ആദ്യം കുറേ വീഡിയോസ് ഇരുന്ന് കാണും. കണ്ടിട്ട് എന്താ പറയുക, പുറത്തത്തെ ആൾക്കാരെ, ചൈനക്കാരെ, ഇംഗ്ലീഷുകാരൊക്കെ വീഡിയോസ് കണ്ടമാനം ഞാൻ ഇരുന്ന് കാണും. കണ്ടിന് ഞാൻ ഓരോ പരീക്ഷണങ്ങൾ അടീനിയത്തുമ്മലും എൻ്റെ ചെടികളിൽ ഓരോന്ന് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ചെയ്ത് ഇവിടം വരെ എത്തി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ചിലപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നെക്കാളും നല്ല അറിവുള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഉപദേശങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലതല്ലേ. അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു താങ്ക്സ് കേട്ടോ. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എന്തെങ്കിലും കുറ്റങ്ങളും ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിവുള്ളവർ പറഞ്ഞു തരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ. മിനിയുടെ അച്ഛ കേൾക്കില്ല. ബൈ ബൈ.